രാവിലെ എണീറ്റ് ഗൈസ് സ്ഥിരം കുടിക്കുന്നുണ്ട്. രാവിലെ ഒരു ബ്ലാക്ക് കോഫി സെറ്റാക്കി. ബ്ലാക്ക് കോഫിയും കുടിച്ചുകൊണ്ട് രാവിലെ ന്യൂസ് കാണുക എന്നുള്ള എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണ്. അപ്പോൾ രാവിലെ കുറച്ച് നേരം ഇനി ഈവൻ ഞാൻ വർക്കിംഗ് ആണെങ്കിൽ പോലും രാവിലെ ന്യൂസൊക്കെ കണ്ട്, നാട്ടിലെ ന്യൂസൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഏഷ്യാനെറ്റൊക്കെ എനിക്കിവിടെ കിട്ടിയത്. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. ഇന്ന് ഓഫാണ്, നേരെ ജിമ്മിലോട്ട് പോകുന്നു. ഓഫ് അല്ലാത്ത ദിവസം ഞാൻ ജിമ്മിൽ പോകാറില്ല, ബിക്കോസ് എനിക്ക് 12 hour ഷിഫ്റ്റാണ്. പിന്നെ ഇന്ന് നല്ല വെതറുമാണ് ഗൈസ്. ഓൾമോസ്റ്റ് വിൻ്ററൊക്കെ അടുത്തു. എന്നാലും ഇപ്പോൾ വിൻ്ററൊക്കെ അടുത്ത സമയത്ത് ഇങ്ങനെ ഒരു സണ്ണി ഡേ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസാണ്. അപ്പോൾ നല്ലൊരു ദിവസമാണ്. ഇനി നേരെ ജിമ്മിലോട്ട് പോയി വർക്കൗട്ട് തുടങ്ങാം ഗൈസ്. അങ്ങനെ ജിമ്മിൽ വന്നു. ഇന്ന് ചെസ്റ്റും ബൈസെപ്സുമാണ് അടിക്കുന്നത്. എനിക്കൊരു പേഴ്സണൽ ട്രെയിനറുണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ ഒരു ആപ്പുണ്ട്. ആപ്പിൽ എല്ലാ ദിവസത്തെയും വർക്കൗട്ട് അവർ ഡ്രോപ്പ് ഓഫ് ചെയ്യും. അങ്ങനെ അതായത് ആ വർക്കൗട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ ജിമ്മിൽ വന്നതിൻ്റെ ആയിട്ട് വലിയ വ്യത്യാസമൊന്നും നിങ്ങൾ കാണുന്നില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഓക്കെ, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ എനിക്ക് ഒരുപാട് വ്യത്യാസം അറിയാനുണ്ട്. പിന്നെ ജിമ്മിൽ വന്നതിൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ പുഷപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു 25 പുഷപ്പ് വരെ ഞാൻ എടുക്കും. എല്ലാം 3 സെറ്റ് വെച്ച് ഞാൻ ചെയ്യും ഗൈസ്. അങ്ങനെ ബൈസെപ്സ് ഒക്കെ കട്ടയ്ക്ക് കട്ടള പോലെ കയറി. ഇത് ചെറുപ്പം മുതൽ ഉരുട്ടി കയറ്റിയതാ. ഞാൻ 10 വർഷം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരയായിരുന്നു. വീട്ടില് ഫോട്ടോ ഉണ്ട്. ഇത് എങ്ങനെയൊക്കെയാണത് ഷഡ്ഡിയൊക്കെ ഇട്ടിട്ട്. ഞാൻ ഏട്ടന്റെ ഭയങ്കര ഫാനായി ഗൈസ്. ഇവിടെ ആണെങ്കിൽ യൂസ്ഡ് ക്ലോത്ത്സ് അല്ലെങ്കിൽ ഷൂസ് അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലൈക്ക് എല്ലാ സ്ട്രീറ്റിലും, ഒരുമാതിരി എല്ലാ സ്ട്രീറ്റിലും കാണും ഇതുപോലൊരു ബോക്സ് കാണും. അതിനകത്തൊന്നും കൊണ്ട് ഗാർബേജ് ഒന്നും ഇടല്ല. അപ്പോൾ നമ്മളെല്ലാം യൂസ്ഡ് കഴുകി വൃത്തിയാക്കിയതൊക്കെ ആണെങ്കിൽ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് ആവശ്യക്കാർക്ക് അവർ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെ തുറക്കുക അല്ല. ഓക്കെ, നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെ ഇവിടെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും കേസ്. ഇത് നല്ലൊരു പരിപാടിയാണ് ആക്ച്വലി. ഇതിനകത്ത് ഗാർബേജ് ഒന്നും കൊണ്ടിട്ടില്ലെന്ന് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഷൂസ്, ഡ്രസ്സ്, അങ്ങനത്തെ സംഭവമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആവശ്യക്കാർക്ക് കിട്ടും. നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ത്രിഫ്റ്റ് സ്റ്റോറിൽ കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഇന്നവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വൈബല്ലേ ഗൈസ്? ഗൈസ്, അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു ഡംബിൾസുമായിട്ട്. അനങ്ങാൻ വയ്യ. ഈ വെള്ളം മൊത്തം സാറിനെ കുടിച്ച് തീർക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. പക്ഷേ നടക്കത്തില്ല. പക്ഷേ ഇതൊരു ഓൾമോസ്റ്റ് 4 liters വെള്ളമുണ്ട്. 4 liter വെള്ളമൊക്കെ 1 മണിക്കൂർ കൊണ്ട് കുടിച്ച് തീർക്കണമെങ്കിൽ സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ലല്ലോ. പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യനല്ലല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനിയും ഇന്നത്തെ പരിപാടി ഇതിപ്പോൾ ഞാൻ ഗൈസ് ഒരു 2-3 ദിവസത്തെ വ്ളോഗെല്ലാം കൂടെ ഒന്നിച്ച് അറ്റാച്ച് ചെയ്ത് എന്തോ ആക്കാമെന്ന് നോക്കാം. കാരണം പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കണ്ടൻറ്റ്. അത് തന്നെ ഒരു കണ്ടൻറ് അല്ലേ ഗൈസ്? നമ്മൾ വിടും വേറെ തന്നെ വരും. പിന്നെ ഗൈസ്, നമ്മുടെ ഹാലോവിൻ്റെ സെറ്റപ്പൊക്കെ ഏതാണ്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഹാലോവിന് നമ്മളിവിടെ പംകിനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം പിള്ളേരൊക്കെ വരും. പിള്ളേരുടെ കൂടെ നമുക്കും ട്രിക്ക് ഓർ ട്രീറ്റിന് പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് എന്തോ നോക്കാം. നല്ല വെതറൊക്കെയാണ് ഇന്ന് ഗൈസ്. അങ്ങനെ 2-3 ദിവസം വീഡിയോ എല്ലാം കൂടെ ഒന്നിച്ച് പിൻ ചെയ്താണ് ഇപ്രാവശ്യത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വിചാരിക്കണ്ട, വീക്ക് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം. അതിലെ സെറ്റ്. പിന്നെ ഗൈസ്, കുറച്ച് വെള്ളം മേടിക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ എമിൽ ബ്രോ വിളിച്ചു. എമിൽ ബ്രോയ്ക്ക് ഞാനിന്ന് ആക്ച്വലി ഒരു ദോശ കഴിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എമിൽ ബ്രോയും വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എമിൽ ബ്രോ തന്തവൈ പഠിച്ച് ദേഹത്ത് വേദനയും ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കുക. 40-45 വയസ്സായില്ലേ കേസ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ എമിൽ ബ്രോയ്ക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ എമിൽ ബ്രോയെ വരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. കാരണം രാവിലത്തെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ കാർബ്സ് ഉള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഡയറ്റ് കേസ്. അപ്പോൾ അത് നമ്മൾ ദോശ കഴിക്കുന്ന കേസ്. അപ്പോൾ എമിൽ ബ്രോ ഇതുവരെ വിളിച്ചില്ല. അഥവാ അവൻ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ പോയി കഴിക്കും കേസ്. അപ്പോൾ ഇനി നമുക്ക് പോയി വെള്ളം മേടിക്കാം. 2 ഫുൾ കുപ്പി കേസ്. ഇതൊക്കെ ചുമന്നുകൊണ്ട് വരുന്നതന്നെ വലിയ വർക്കൗട്ടാണ്. ജിമ്മിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളതാണ് കേസ്, ഡെഡിക്കേഷൻ. അത് വിട്ടൊരു കളിയില്ലല്ലോ ഗൈസ്. നമ്മളങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം വാങ്ങുന്നത്. ഓക്കെ, സെറ്റ്. അങ്ങനെ ഗൈസ്, നമ്മൾ വെള്ളമൊക്കെ വാങ്ങി. പക്ഷേ എമിൽ ബ്രോ ഇതുവരെ വിളിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി വെയിറ്റ് ചെയ്യാം. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചുമ്മാ കോസ്റ്റ്കോയിലൊന്ന് കയറി പുതിയ ഐറ്റംസ് ഒക്കെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു ടെക്കി ആയിപ്പോയില്ലേ കേസ്. അപ്പോൾ ഞാൻ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറാസും ഫോണും ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഇതൊക്കെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേസ്. കാരണം അതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ കോസ്റ്റ്കോയിലോട്ട് പോവാം ഗൈസ്. ഇവിടെ വരെ വന്നപ്പോൾ ഡോളർ സ്റ്റോർ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടെന്ന്. ഡോളർ സ്റ്റോറെന്ന് ഇത് കാനഡയിലുള്ളവർക്ക് എല്ലാം അറിയാവുന്നൊരു സംഭവമാണ്. ഇവിടെ വെളിയിലുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്. ഡോളർ സ്റ്റോറിന് പേര് വരാൻ കാര്യം $1 സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ $1 ഇവിടെ ഒന്നും കിട്ടത്തില്ല.
ഇപ്പോൾ ഇവിടെ മിനിമം $150 സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതൊക്കെ നല്ല ലൈക്ക് $5 വരെയുള്ള സാധനങ്ങളാണ് ഇവിടെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ $1 സാധനങ്ങളായിരുന്നു ഇവിടെ മെയിനായിട്ട്. അതിനാണ് ഈ ഡോളർ സ്റ്റോർ എന്നുള്ള പേര് വന്നത്. പക്ഷേ ഇതുണ്ട് ഇപ്പോഴും അതിൻ്റെ ലോഗോയിൽ $1 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ $1 ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇനി നമുക്ക് വണ്ടി വർക്ക് ചെയ്തിട്ട് സെറ്റാക്കാം. ഇപ്പോൾ ഹാലോവിൻ ആയതുകൊണ്ട് ഹാലോവിൻ്റെ കോസ്റ്റ്യൂംസ് അതിൻ്റെ ചോക്ലേറ്റ്സ് ഒക്കെ ഒരുപാട് എല്ലായിടത്തും സെയിലുണ്ട്. പക്ഷേ നമ്മൾ ഹാലോവിൻ കോസ്റ്റ്യൂം ഇട്ട് ഇറങ്ങണമെന്നാണ് പിള്ളേരെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സെറ്റാക്കാം ഗൈസ്. പ്രാവശ്യം ഹാലോവിൻ വേറെ തന്നെ വൈബായിരിക്കും. വ്ളോഗ് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടെ കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നത് വാങ്ങി. ഒരു കിടിലൻ സംഭവം ഉണ്ടായി ഗൈസ്. എൻ്റെ പോക്കറ്റിൽ ഞാൻ ക്യാമറ എടുത്തപ്പോൾ എൻ്റെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, ഒരു $60. അത് താഴെ വീണു. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഓൾഡ് മാനായിരുന്നു പുള്ളി. എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു എൻ്റെ പോക്കറ്റിൽ നിന്ന് പോയതാന്ന് പറഞ്ഞു. ഒരുമാതിരി ആരും അങ്ങനെ ചെയ്യത്തില്ല, ഒരു മര്യാദക്കാരനായിരുന്നു. അതുകൊണ്ട് ക്യാഷ് കൈ കിട്ടി ഗൈസ്. അപ്പോൾ ഇനിയും ഗൈസ് നമുക്ക് നോക്കാം. എമിൽ ബ്രോ വിളിക്കുന്നില്ല, നമുക്ക് തന്നെ ഫുഡ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പെട്ടു. ഗൈസ് അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മളിനി ഫുഡ് കഴിക്കാൻ കയറുന്നു. ഈ സമയമായിട്ട് വലിയ ആൾ കാണത്തില്ലെന്ന് വിചാരിക്കുന്നു. ഇതാണ് കട, ദോശ ഭവൻ, ശ്രീ പെരിയവ. അയ്യോ ഗൈസ്, പെട്ടു ഗൈസ്. ഇന്ന് ക്ലോസ്ഡ് ആണ്. ക്ലോസ് ഫോർ മെയിൻ്റനൻസ്. ഓപ്പൺ അറ്റ് 1 PM. 1 PM ഓഫ് ചെയ്യും. ഓക്കെ, നമുക്ക് 1 PM കാണാം. പെട്ടു ഗൈസ്, പെട്ടു. റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ് ഗൈസ്. ആ എമിൽ ബ്രോയുടെ ബ്രാക്കാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും ദോശ കഴിക്കാൻ വന്നാൽ കഴിച്ചിട്ടേ പോകത്തുള്ളൂ ഗൈസ്. ദൈവമേ, എമിൽ ബ്രോയ്ക്ക് നല്ലത് മാത്രമേ വരുത്താവേ ഗൈസ്. 1:15 നമ്മുടെ മറ്റേ ദോശക്കട തുറക്കാഞ്ഞിട്ട് നമ്മൾ വന്നത് വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം ശരവണഭവൻ. ശരവണഭവൻ അടിപൊളിയാണ് ഗൈസ്, മോശമൊന്നുമല്ല. ഞാൻ അവിടെ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ GCCയുടെ ആ ഒരു ശരവണഭവൻ്റെ ആ ഒരു ഇത് എക്സ്പെക്റ്റേഷനിലോട്ട് വന്നിട്ടില്ല. എനിവേസ്, ഇന്ന് നമുക്ക് ഇവിടുന്ന് ദോശ കഴിക്കാം. അങ്ങനെ കഴിച്ച് ഇവിടെ ഓരോ ദിവസവും എന്തൊക്കെ ഡ്രിങ്ക്സിൻ്റെ സ്പെഷ്യലൊക്കെ ഉണ്ട്. ഇന്നത്തെ വെനസ്ഡേ ലൈം സോഡ, മസാല ലൈം സോഡ. ഓക്കെ, അത് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഫുഡും ഓരോ ദിവസം 7 days ഡിഫറെൻറ്റ് ഇതുണ്ട്. ഇന്ന് ദോശ ഡൈനിൻ, buy 1 get 1 free. അപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ ഗൈസ്, വൈബ്. ഗൈസ് അടിപൊളി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സാണ് ഇവിടെ. നല്ല ആംബിയൻസാണ്, നല്ലൊരു ബാർ സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, നല്ല ഫുഡൊക്കെയാണ്. മറ്റേ റെസ്റ്റോറൻറ്റിൽ ഇത്ര ആംബിയൻസും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫുഡാണ് പക്ഷേങ്കിൽ അവിടെ, അതുകൊണ്ട് അവിടെ പോകാൻ വിചാരിച്ചു. എനിവേസ്, ഒത്തിരി നാളെ ഇവിടെ വന്നിട്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്കിത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഗൈസ്. വൈബ് ഗൈസ്. കിഡിലും താലിയാണ്, കഴിച്ചില്ല. പക്ഷേ ഒരു പപ്പടം, ചപ്പാത്തി വേണോ പൂരി വേണോ ഓപ്ഷനാണ്. ചോറ്, ഇത്രയും കറികൾ. വൈബ് എന്നാ വേണം, അന്തസ്. അതിൽ നമുക്ക് കഴിഞ്ഞുകൊണ്ട് ചപ്പാത്തി തന്നെ കഴിച്ചു നോക്കാം. ഇതിപ്പോൾ ഏത് കറി നോക്കി കഴിക്കുക എന്നുള്ളത്. എല്ലാം വെജീസ് മാത്രമാണ് ഗൈസ്. വെജീസ്, സ്വീറ്റ് ഉണ്ട്, ഗുലാബ് ജാം. പൊളി സാധനം. ഫ്രഷ് എന്ന് പറഞ്ഞാൽ പക്കാ ഫ്രഷ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഗൈസ് കഴിച്ച് തീർക്കട്ടെ. ഞാൻ പ്രതീക്ഷിച്ച കൂട്ടൊന്നുമല്ല ഗൈസ്, കിട്ടിലും ടേസ്റ്റാണ്. എനിക്ക് തോന്നിയത് ടേസ്റ്റ് ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു വട, തോരന്, എല്ലാം കറികൾ, ഗുലാബ് ജാം. വൈബ്. ചപ്പാത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ഫ്രഷ്, ഒരു രക്ഷയില്ല. അടിപൊളി സാധനം. നല്ല ക്രിസ്പി വട. ഗൈസ് മൊത്തം വടിച്ച് നക്കി വെച്ചിട്ടുണ്ട്. നല്ല കിഡിന ഫുഡായിരുന്നു. ഒരു ഡ്രിങ്ക് കൂടെ മേടിച്ചു. ഇന്നത്തെ ഡീൽ ഓഫ് ദ ഡേ. സ്പൈസിയാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഓക്കെ, ഈ ഡ്രിങ്ക് ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. കിഡിലൻ ഡ്രിങ്ക്. ഒരു മധുരമൊന്നുമല്ല, ഒരു മസാല ഫ്ലേവറാണ്. പക്ഷേ ഒരു രക്ഷയില്ല, കിഡിലൻ ഡ്രിങ്ക്. ഇത് ഗൈസ് ഇവിടെ വാൻകൂവറിലുള്ളൊരു ട്രൈ ചെയ്യണം. കിഡിലൻ ഫുഡ്, നല്ല സർവീസും, ഒരു രക്ഷയില്ല. വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും വലിയ റഷൊന്നുമില്ല. അപ്പോൾ വീക്കെൻഡ് വരാതിരിക്കുന്നതായിരിക്കും നല്ല, ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. വീക്കെൻഡ് ഇവർക്ക് ബൊഫേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഗൈസ് വേറൊരു ദിവസം. ഗൈസ് ഒരു രക്ഷയില്ല, കിഡിലൻ ഫുഡ്, മസ്റ്റ് ട്രൈ ആണ്. ഇവിടുത്തേക്ക് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കിട്ടുന്ന ടേസ്റ്റ് നാളെ കിട്ടണമെന്നില്ല. കാരണം കുക്കൊക്കെ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എനിവേസ്, അടിപൊളി ഫുഡായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ബാഹുബലി ബിരിയാണി ഹൗസ് എന്ന് പറഞ്ഞിട്ട്.
ഇനിയിപ്പോൾ ബിരിയാണി ഒന്നും കഴിക്കാനുള്ള സ്പോട്ട് നമുക്ക് ഇതില്ല, സ്ഥലമില്ല ഗൈസ്. നമ്മളിനി തിരിച്ചു പോകുന്നു, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെ സാധനമൊക്കെ മേടിച്ചോണ്ട് വന്ന് ഇന്നത്തെ കാര്യമൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഈ വീഡിയോ ചുമ്മാ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫുഡ്, ശരവണഭവൻ, പിന്നെ നമ്മുടെ വർക്കൗട്ട് റുട്ടീൻ, ഡെയിലി റുട്ടീൻ, ഒരു ഡേ ഓഫ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, അതൊക്കെ ഒരു കണ്ടൻ്റ് ആവുന്നല്ലോ ഗൈസ്. അപ്പോൾ ശരി, താങ്ക്സ്, കീപ് സപ്പോർട്ടിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്, കീപ് സപ്പോർട്ടിങ് റോബിക്കറ്റിക്ക്.